പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മരിയ. ഞാൻ 2019 ആദ്യമായിട്ട് എബൈഡ് യുവജനധ്യാനം കൂടുന്നത്. അന്ന് മാനസാന്തരത്തിന് തയ്യാറാകാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അന്ന് ഞാൻ ശരിക്കും ബാക്കിലിരുന്ന് ആ ധ്യാനം എന്താണെന്ന് ശരിക്കും ഒബ്സർവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എങ്കിൽ പോലും ആ ധ്യാനത്തിൽ നടന്ന ശുശ്രൂഷകളൊക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ദൈവവിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് വളർന്നു. അതിനുശേഷം ദൈവം ഉണ്ടെന്ന് ഒരു ഉറച്ച വിശ്വാസം എനിക്ക് ആ ധ്യാനത്തിൽ ലഭിച്ചു. പക്ഷേ കാര്യമായ മാറ്റമൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നില്ല. അതിനുശേഷം 2023 വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ വീണ്ടും ധ്യാനേന്ദ്രത്തിലേക്ക് വരുന്നത്. അന്ന് ഞാൻ ഒത്തിരി തകർന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവരെ പോലും എനിക്ക് ആശ്രയിക്കാനോ അവരോട് തുറന്ന് സംസാരിക്കാനോ ഒന്നും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി വരെ എൻ്റെ ഉള്ളിൽ ചിന്തകൾ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ശരിക്കും ഞാനിത് ആരോടും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സ് ഭയങ്കര ഭാരപ്പെട്ടും തളർന്നും ഇനി ജീവിക്കണ്ട എന്നും ചിന്തിച്ചിരുന്ന സമയത്താണ് കൃത്യമായിട്ട് ഈശോ എന്നെ അബൈഡ് ധ്യാനത്തിലേക്ക് എത്തിക്കുന്നത്. അന്ന് പ്രേക്ഷിതവേലയുടെ ഭാഗമായിട്ട് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലിലായിരുന്നു ഇരുന്നത്. അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ഈശോയുടെ അടുത്തിരുന്നു. ശരിക്കും അന്നാണ് ഞാൻ യഥാർത്ഥ ഒരു ഈശോ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. അതിന് മുൻപ് ഒരു ധ്യാനം കൂടിയിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നത്. അന്ന് തന്നെ ഈശോ തൊട്ടത് ഞാൻ അനുഭവിച്ചറിഞ്ഞിരുന്നു. എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പല പാപങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തോട് ഞാൻ വളരെയധികം ചേർത്ത് വെച്ചിരുന്ന ചില പാപങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഫാഷൻ വസ്ത്രധാരണം. എനിക്കെൻ്റെ മനസ്സുകൊണ്ട് പോലും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു പാപമായിരുന്നു അത്. അതൊരു പാപമാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ ചാപ്പലിൽ ഇരുന്ന ദിവസങ്ങളിൽ ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞു, ഈശോ ശരിക്കും നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ ദൈവം നമ്മുടെ ഉള്ളിലാണുള്ളത്. അപ്പോൾ എൻ്റെ ശരീരം ഒരു ദേവാലയമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഫാഷൻ വസ്ത്രം ധരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെ പ്രദർശിപ്പിക്കാനായിരുന്നു പണ്ട് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ചിന്ത തന്നെ എന്നെ വിട്ടുപോയി. ശരിക്കും ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്ന് അന്ന് ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുത്തു. അതിനുശേഷം ദൈവകൃപയാൽ ഇന്ന് വരെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധ്യാനേന്ദ്രത്തിൽ പ്രേക്ഷിതവേലയ്ക്ക് വേണ്ടി വരാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എന്തെന്നാൽ മറ്റെല്ലാവരെയുംക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ശരിക്കും എൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളൊക്കെ മാറിയതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. ഞാൻ നടന്നിരുന്ന വഴിയും അതുപോലെ ഞാൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ പല തെറ്റായ ഫ്രണ്ട്ഷിപ്സ് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാനും ഈശോയെ ആശ്രയിച്ച് ജീവിക്കാനും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു ഈ അവസരത്തിൽ. Christ in youth. പൗലോസ് ശ്ലീഹ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മഹത്വത്തിൻ്റെ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ്. മഹത്വത്തിൻ്റെ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ഉള്ളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഭവിച്ചറിയാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ബിനോജ് മുളവരിക്കലച്ഛൻ്റെ ഒരു ഗാനം ഇപ്രകാരമാണ് അവസാനിക്കുന്നത്, പള്ളിയിൽ നിന്ന് ഈശോ ഇന്ന് ഞാൻ മടങ്ങുമ്പോൾ നിന്നെ മറക്കില്ല ഞാൻ. പലപ്പോഴും പള്ളി കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങുമ്പോൾ ഈശോയെ മറന്നു പോകുന്ന ഒരു പറ്റം ആളുകളായിട്ട് നമ്മൾ പലപ്പോഴും മാറുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങളൊക്കെയും അങ്ങനെയൊക്കെ ആയിത്തീരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഈ നിമിഷം അങ്ങനെ ഈശോയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മഹത്വത്തിൻ്റെ ക്രിസ്തുവിനെ ഉള്ളിൽ നിന്ന് അറിയാത്ത എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനഃപൂർവ്വം നിരാകരിക്കുന്നവർ, ക്രിസ്തുവിന് വേണ്ടി ഹൃദയവാതിൽ തുറന്നു കൊടുക്കാൻ മടിക്കുന്ന എല്ലാ യുവജനങ്ങളെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ഈ യുവജനങ്ങളെല്ലാം തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കണ്ണടച്ച് ഓർക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറക്കാത്ത ഒരു യുവാവിനെയോ ഒരു യുവതിയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ആ വ്യക്തിയെ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ നിമിഷം നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് സമർപ്പിക്കാം. ആ വ്യക്തികളെ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, അവരുടെ ഹൃദയങ്ങളെ തുറക്കത്തക്ക രീതിയിൽ അവരുടെ ഹൃദയ വയലുകളെ നീ ഒന്ന് ഉഴുതുമറിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മൾ ഈ നിമിഷം പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് ആ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി, ഏത് വ്യക്തിയെയാണോ, ഏത് യുവാവിനെയാണോ, ഏത് യുവതിക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് നാം എല്ലാവരും ഇന്ന് ഈ ടെലിവിഷൻ മുമ്പിലും മറ്റെല്ലാ മേഖലകളിലായിരിക്കുന്നവരും ഇരുന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം കരങ്ങൾ കോർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവകൃപ ഇറങ്ങി വരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിച്ച വ്യക്തിയെ ഒരിക്കൽ കൂടി തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒന്നുറച്ച് വിശ്വസിക്കാം, ആ വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം തൊട്ട് കഴിഞ്ഞു. ആ വ്യക്തിയെ ദൈവം സ്വന്തമാക്കി കഴിഞ്ഞു. മഹത്വത്തിൻ്റെ ക്രിസ്തു അവൻ്റെ ഉള്ളിൽ കുടികൊള്ളിട്ടുള്ളത് ഒരു രാജകീയ പ്രവേശനം പോലെ അവൻ്റെ ജീവിതത്തിൽ വെളിവാക്കപ്പെട്ടുവെന്ന് ഉറച്ച ബോധ്യത്തോടെ നമുക്ക് തമ്പുരാന് നന്ദി പറയാം. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.